Gogul Gangadharan, mic on Jay. Gogul Gangadharan. Sir. Please on your Sir, mic. last Okay. class Indian, sir. Last class very good. Sir. Okay, Mohammed Sinan. Please switch on your mic. Answer the question. What is the final speed that you obtain for compound gear BC? Mohammed Sinan, please switch on your mic. Sir. Final speed of compound gear BC. ചെയ്തിട്ട് പകുതി കൊക്കാൻ എന്താണ് ഇത്? ഞാൻ അപ്പം ചൂടുന്നോ പകുതി കൊക്കാൻ? ചെയ്തിട്ട് പകുതിക്ക് വെക്കാനാ? പിന്നെ ഒരാഴ്ച എടുത്ത് ചെയ്യേണ്ട സാധനമല്ല ഞാൻ തന്നത് പകുതിക്ക് വെക്കാൻ. ശരത്, സ്വിച്ച് ഓൺ യുവർ മൈക്ക്. ആൻസർ പറ. Sir, y minus x into TD by TC. Y minus x into TD by TC. Very good. Correct. ആദ്യം പറഞ്ഞ അക്ഷയ് കൃഷ്ണ പറഞ്ഞാൽ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ, ഒരു നെഗറ്റീവ് അധികം വന്നുപോയി. y മൈനസ് എക്സ് ഇൻറ്റു ടി ഡി ബൈ ടി സി, അത്രയേ ഉള്ളൂ സ്പീഡ് ഓഫ് കോമ്പൗണ്ട് ഗിയർ ബി സി. അതാണ് നമ്മളുടെ വാട്ട് ഈസ് റിലവൻറ്റ് വൈൽ ഡ്രോയിങ് ദ ടേബിളാർ കോളം അല്ലെ ആഫ്റ്റർ ഡ്രോയിങ് ദ ടേബിളാർ കോളം. ദ റിലവൻറ്റ് ഡാറ്റ ആർ ദ ഡാറ്റ ദാറ്റ് വി ഒബ്റ്റെയിൻ ഇൻ ദ ലാസ്റ്റ് റോ. ടേബിളാർ കോളത്തിലെ ലാസ്റ്റ് റോയിൽ എന്താണോ കിട്ടുക അതാണ് റിലവൻറ്റ് ഡാറ്റ. ആ ഡാറ്റയിലേക്കാണ് വി ആർ ഗോയിങ് ടു ഗിവ് ദ കണ്ടീഷൻസ് വിച്ച് ആർ ഗിവൺ ഇൻ ദ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ. അതിലാണ് നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക അല്ലെ. അതിന് മുന്നേയുള്ള ഇനീഷ്യൽ വാല്യൂസ് എല്ലാം എന്താ? ദാറ്റ് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് വി ടേക്ക് ടു ആസ് ഫോർ കംപ്ലീറ്റിംഗ് ദ ടേബിൾ അല്ലെ. ബട്ട് ദ റിലവൻറ്റ് ഡാറ്റ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ് വിത്ത് റിഗാർഡ്സ് ടു ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഗിവൺ will be always the data forming in the last row of that table or within the table. Okay. Any Sulabh, switch on your mic. Yes, sir. Okay, tell me the speed of gear A, the final speed of gear A. Y minus x into TD by TC into TB by TA. Good, correct, very good. Correct. Y minus x into TD by TC into TB by TA. Very good. ഇത് ഇതുപോലെ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മുഹമ്മദ് സിനൻ കേൾക്കാൻ വേണ്ടിയിട്ട് പകുതിക്ക് വെച്ച് നിർത്താൻ ഇത് അപ്പം ചൂടുന്ന പരിപാടിയല്ല. പകുതിക്ക് വെച്ച് നിർത്തിയോണ്ട് നിനക്ക് പകുതി മാർക്ക് കിട്ടും എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതും കിട്ടൂല. ദാറ്റ്സ് നോട്ട് ഹൗ യൂണിവേഴ്സിറ്റി ടേക്സ് ഓൺ ദി ആൻസേഴ്സ്. അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. ഇതൊന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഓൺലി തിങ് നിങ്ങൾക്ക് അറിയാനുള്ള ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, ആ ടേബിൾ ആർ കോളത്തിൽ കൊടുക്കേണ്ട കണ്ടന്റ് എന്തൊക്കെ. ഓൺലി ദാറ്റ് ആൻഡ് ദി ഇക്വേഷൻ ഓഫ് വെലോസിറ്റി റേഷ്യോ വിച്ച് ഈസ് ഇക്വേറ്റഡ് ടു വാട്ട്? ദ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത്. ഇഫ് യു നോ ദീസ് ടു തിങ്സ് ക്ലിയർലി, ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇക്വേഷൻസ് എഴുതാം. ആൻഡ് വൺസ് യു ഹാവ് ദി ഇക്വേഷൻസ് വിത്ത് യു ഓർ ദ ടേബിൾ ഓർ ദ ഡാറ്റ ഫ്രം ദ ടേബിൾ ഓർ കോളം, വൺസ് യു ഹാവ് ദം വിത്ത് യു, പിന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ഐ ഹോപ്പ് എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഡൗട്ട് ഉള്ളവർ ചോദിച്ചില്ല എങ്കിൽ അതിനൊക്കെ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റൂല. ഇതിപ്പോ ആക്ച്വലി ബേസിക്കലി സംഭവിക്കുന്ന പറഞ്ഞാൽ റേഡിയോ ഓൺ ചെയ്ത് വെച്ച പോലെ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, കുറച്ച് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നു, വളരെ ചുരുക്കം ആൾക്കാർ. ബാക്കി ഭൂരിഭാഗം ആൾക്കാരുടെ അവസ്ഥയും എനിക്കറിയില്ല. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, ഒന്നും എനിക്കറിയില്ല. ഐ എം കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ഓൺ ദാറ്റ് സൈഡ്. സോ ആസ് ഫാർ ആസ് യു ഡോണ്ട് കം ഔട്ട്, ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ധാരണയും കിട്ടൂല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കോൺടാക്ട് ക്ലാസ് ഫിസിക്കലി ഇഫ് യു ആർ പ്രസന്റ് ഇൻ ദ ക്ലാസ് ഇതായിരിക്കില്ല സിറ്റുവേഷൻ. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ മുന്നോട്ട് വരാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ വീണ്ടും പറയാ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പൊ സപ്ലിമെന്ററി എക്സാമിനേഷൻസ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. റെഗുലർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടും എന്നുള്ളതല്ലാതെ there won't be any issue since KTU has successfully conducted the supplementary examinations. ഫിസിക്കൽ പ്രസൻസിൽ സപ്ലിമെന്ററി കണ്ടക്ട് ചെയ്തുകൊണ്ട് ബാക്കി റെഗുലർ എക്സാമിനേഷന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഇഫ് ദർ ഈസ് എ റെഗുലർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, അന്നാണ് നിങ്ങൾ ലോകത്തുള്ള സകല ട്രബിളും ഫേസ് ചെയ്യാൻ പോകുന്നത്.
നിങ്ങൾ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുമ്പോൾ അപ്പുറം ഇപ്പുറം ചോദിച്ചെഴുതാം, ഒരാളെ ആൻസർ എഴുതി അത് വാട്സപ്പ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് എഴുതാം, അല്ലെങ്കിൽ ടെക്സ്റ്റും നോട്ടും തുറന്നു വെച്ച് എഴുതാം. ഇതൊക്കെ നിങ്ങളുടെ പരിപാടിയാണ്. ഐ ക്ലിയർലി നോ. ബട്ട് വൺസ് യു ആർ forced to write a regular examination coming to the campus or examination സെന്ററിൽ വന്നിട്ട് നിങ്ങൾ എഴുതേണ്ട അവസ്ഥ വരുമ്പോൾ അന്നാണ് നിങ്ങളുടെ ലോകത്തുള്ള സകല പ്രശ്നം അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആരും ഉണ്ടാവില്ല ഹെൽപ്പ് ചെയ്യാനോ പറഞ്ഞു തരാനോ ഒന്നും ഉണ്ടാവില്ല. സോ until and unless you understand the topics that we are being discussing, അതിനനുസരിച്ച് the task that I give അത് മര്യാദയ്ക്ക് ചെയ്തില്ല എങ്കിൽ ഇതിലുള്ള പ്രശ്നം പറ്റാൻ പോകുന്നത് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കുമാണ്. Please understand that. Okay, now what I have written on the board on the left side is the numerical question that came in the December 2019 question paper. Means the previous regular examination. ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ? Please note down the content of the question. അതിൽ പറഞ്ഞിട്ടുള്ള ആ കണ്ടന്റുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. The numericals that we have discussed till now within the gear trains, അതിലൊക്കെ എന്താണ്? Along with the question, you had a figure. ഒരു ഫിഗർ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഗിയറിന്റെ ജോമെട്രി എങ്ങനെയാണ്, how is its construction, that you are clearly known to you, അല്ലേ? But see, ഈ ക്വസ്റ്റ്യന് ഫിഗർ ഇല്ല. The question is given in sentences alone. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പണ്ടൊക്കെ ഒരുപാട് വരാറുണ്ട്. KTUവിന്റെ കേസിൽ ലാസ്റ്റ് 2 പ്രാവശ്യം 2019 ഓഗസ്റ്റിൽ വന്ന റെഗുലറിലും ഡിസംബറിൽ വന്ന റെഗുലറിലും, ഇഫ് ഐ റിമെമ്പർ കറക്ട്ലി, there were no figures, only sentences given. I'll read out the question. I hope it is clear to you. Please note down the questions. In an epicyclic gear, it consists of a pinion, a wheel of 40 numbers of teeth, and an annulus of 84 number of teeth. ഒരു എപ്പിസൈക്ലിക് ഗിയറിനെ പറ്റിയാ പറയുന്നത്. ഗിയർ കണ്ടെയ്ൻസ് 3 components. What are they? A pinion, a wheel and an annulus. അതിൽ wheel has 40 teeth and annulus has 84 teeth. The number of teeth of pinion is not mentioned in the question. Another sentence given is, the annulus is concentric with the wheel. വീലുമായി കോൺസെൻട്രിസിറ്റിയിലാണ് ആനുലസ് ഉള്ളത്. നെക്സ്റ്റ്, ദ പിനിയൻ ഗിയേഴ്സ് വിത്ത് ദ വീൽ ആൻഡ് ദി ആനുലസ്. പിനിയൻ ഗിയേഴ്സ് വിത്ത് ദ വീൽ ആൻഡ് ദി ആനുലസ്. ദി ആം that carries the axis of the pinion, the arm that carries the axis of the pinion, rotates at 100 rpm. The arm that carries the axis of the pinion rotates at 100 rpm. Now, the question takes a turn by giving you the conditions. Ithree given data. 2 conditions are given and 2 requirements are asked. If the annulus is fixed, find the speed of the wheel. If the annulus is fixed, find the speed of the wheel, which is the second condition. If the wheel is fixed, find the speed of annulus. If the wheel is fixed, find the speed of annulus. Question clear aano ellarikkum? I'll repeat my question. Listen carefully and note down. An epicyclic gear consists of a pinion, a wheel of 40 teeth, 40, and an annulus of 84 number of teeth. The annulus is concentric with the wheel. The pinion gears with the wheel and the annulus. The arm that carries the axis of the pinion rotates at 100 rpm. If the annulus is fixed, find the speed of the wheel. And if the wheel is fixed, find the speed of the annulus. Question clear ആണോ വായിച്ചത്? Is the question clear? Yes, sir.
ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ഡാറ്റ എഴുതിയെടുക്ക്. ആൻഡ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫോർ യു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു? പറഞ്ഞോ. ഫിഗർ വരയ്ക്കും. വെരി ഗുഡ്. യു ഹാവ് ടു ഗോ ഫോർ ഡ്രോയിങ് ദ ഫിഗർ. ഫസ്റ്റ് ഫിഗർ ആണ് വരക്കേണ്ടത്. കാരണം ഫിഗർ വരച്ചാൽ മാത്രമേ വിൽ അണ്ടർസ്റ്റാൻഡ് ദ ജിയോമെട്രി ഓഫ് ദ കോമ്പിനേഷൻ. ആൻഡ് വൺസ് വി ഗെറ്റ് ദാറ്റ്, then only we can go for drawing the tabular column or finding out the requirements. ആദ്യം കൺസ്ട്രക്ഷൻ ജിയോമെട്രി മനസ്സിലാവണം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആക്ച്വലി 2009 ഓഗസ്റ്റിൽ വന്ന റെഗുലർ എക്സാമിനേഷനിലെ ക്വസ്റ്റൻ വാസ് എ ബിറ്റ് മോർ ടഫർ ദാൻ ദിസ് വൺ. ദിസ് വാസ് എ സിമ്പിൾ വൺ. 10 മാർക്കാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ 10 മാർക്സ് കംപ്ലീറ്റ് 10 മാർക്ക് ഇതിൽ മേടിക്കാം. അര മാർക്ക് പോലും നഷ്ടപ്പെടാതെ മേടിക്കാൻ വയ്ക്കും. Junaid AP, camera on jai. Show me how we are drawing the figure. Junaid AP. Junaid AP, please switch on your mic and camera and show me how you are drawing the figure. Junaid അവിടെ ഉണ്ടോ? ഇനിയിപ്പോൾ നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ, മൈക്കിന്റെ പ്രശ്നം ഉണ്ടാവും, ഒന്നും കേൾക്കൂല. അറ്റൻഡൻസ് പറയുന്ന സമയത്ത് മാത്രം എല്ലാവർക്കും കേൾക്കും. ജുനൈദ് AP, അമർനാഥ്, അമർനാഥ് മൈക്ക് ഓൺ ചെയ്. സ്വിച്ച് ഓൺ യുവർ മൈക്ക്. അമർനാഥ്. അമർനാഥ്, കിഡ്സ് ട്രെയിലർ സ്പൂഫ് അല്ലേ നീ? സ്വിച്ച് ഓൺ യുവർ മൈക്ക്. ജുനൈദ്, അമർനാഥ് രണ്ടാക്കും അറ്റൻഡൻസ് ഉണ്ടാവില്ല കേട്ടോ. യദുകൃഷ്ണൻ, യദുകൃഷ്ണൻ, ഓക്കെ, ക്യാമറ ഓൺ ചെയ്. ഷോ മീ ദ ഫിഗർ. പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ല. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എടാ കുറച്ചും കൂടി നീ വൃത്തിയായിട്ട രീതിയിൽ വരച്ചുവിടുക. മോനെ, ഇത്രയും ചെറുതാക്കി എനിക്ക് എങ്ങനെ വരക്കാൻ പറ്റിയത്? വെറുതെ വരച്ച തെറ്റാന്ന്. അതിലല്ല, മാറ്റില്ല. നീ തന്നെ പറ ഏതൊക്കെയാന്ന് പറ. ഇതിൽ ആനുലസ് ഏതാ, ഏതാ, പിനിയൻ ഏതൊക്കെ പറ. ആനുലസ്, ഓക്കെ, ആനുലസ് അല്ലെങ്കിൽ റിംഗ് ഗിയർ അത്. ഓക്കെ, വീൽ ഏതാ? ഇത്. പിനിയൻ ഏതാ? ആ വീലിന്റെ ഉള്ളിൽ നീ എന്തിനാ വട്ടം വരച്ചേ? കാണിക്കാൻ വേണ്ടി വരച്ചാ. ഞാൻ കാണുന്നുണ്ടല്ലോ, തൊട്ട് കാണിച്ച പോരെ. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനില് വീലിന് എത്ര നമ്പർ ഓഫ് ടീത്താ? വീലിന് 40 ടീത്ത്. ഓക്കെ, ആനുലസിന് എത്ര നമ്പർ ഓഫ് ടീത്താ? 84 ടീത്ത്. അടുത്ത സെന്റൻസ് എന്താ എഴുതിയിട്ടില്ലേ?
annulus concentric with വിത്ത് ബാക്കി വിത്ത് പിൻ വിത്ത് വിത്ത് ബാക്കി കണ്ടിട്ടില്ലേ? ആനുലസ് കോൺസെൻട്രിക് വിത്ത് വീൽ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഇവിടെ ആനുലസും വീലും കോൺസെൻട്രിക് ആണോ? ആണോ? അല്ല. ക്യാമറ ഓഫ് ചെയ്യും. ആ വരച്ച ഫിഗർ മാറ്റി വർക്ക്. തെറ്റാന്നാ വരച്ചത്. ഓക്കെ. ഇനി ജുനൈദ്, പിന്നെ നേരത്തെ പറയാൻ ഞാൻ വിളിച്ച ജുനൈദും അമർദാദ് രണ്ടാൾക്കും അറ്റൻഡൻസ് ഉണ്ടാവില്ല കേട്ടാ. ദിൽജിത്ത് ക്യാമറ ഓൺ ചെയ്. സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടാ. നീ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രം, നീ കുറെ കാലായിട്ടേ ക്ലാസ്സിലില്ല. സപ്ലൈ എക്സാം സാർ. സപ്ലി എക്സാം നടക്കും ഓനെ, ക്ലാസ്സിലില്ലെങ്കിൽ അതൊന്നും പഠിക്കണ്ടേ? ഇല്ല, അത് പിന്നെ എക്സാം ആയതുകൊണ്ട്. മൈക്ക് ഓഫ്. പ്രണവ് കെ, സ്വിച്ച് ഓൺ യുവർ മൈക്ക്. പ്രണവ് കെ, ഞാൻ ഇപ്പം മൈക്കോൺ ആയാൻ പറഞ്ഞിട്ട് മൈക്കോൺ ആക്കാത്തവർ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ എങ്ങാനും മൈക്കോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണവ് കെ, പ്ലീസ് സ്വിച്ച് ഓൺ യുവർ മൈക്ക്. എടാ നിങ്ങളൊക്കെ ക്ലാസ് കേൾക്കുന്നുണ്ടോ? വെറുതെ ഓൺ ചെയ്ത് വെച്ചിട്ട് പാട്ടും പാടി ഇരിക്കുന്ന അപ്പുറം. യദുൽ ഹാരിഷ്, യദുൽ ഹാരിഷ്, Yadul Harish, switch on your mic and show me the figure that you have drawn. Yadul Harish. Okay, സന്തോഷം. അരുൺ രാജ്, ക്യാമറ ഓൺ ചെയ്. എനിക്ക് മൈക്കല്ലേ പ്രശ്നമുള്ളൂ, ക്യാമറ ഓൺ ചെയ്. അരുൺ രാജ്, അരുൺ രാജ്, ഓക്കെ. Sharath KV. Sharath, show me the figure you have drawn. Okay, അതില് annulus ഉണ്ട്. ശരത്തെ ഒന്ന് തൊട്ട് കാണിക്കൂ. വിച്ച് ഇസ് ദി ആനുലസ്? സോറി, ഇത് അത് ആനുലസ്. വെരി ഗുഡ്. ഇനി വിച്ച് ഇസ് ദ വീൽ? ഗുഡ്. ആർ വീൽ ആൻഡ് ആനുലസ് കോൺസെൻട്രിക്? കോൺസെൻട്രിക് അല്ലേ? യെസ് സർ. വെരി ഗുഡ്. ദെൻ അടുത്ത എന്താ ഉള്ളത്? ദ പിനിയൻ ഗിയേഴ്സ് വിത്ത് വീൽ ആൻഡ് ആനുലസ് ഉണ്ട്. വെരി ഗുഡ്. പിനിയൻ വീലുമായിട്ടും കോണ്ടാക്റ്റിലുണ്ട് അല്ലെ, ആനുലസുമായിട്ടും കോണ്ടാക്റ്റിലുണ്ട്. കറക്റ്റ് അല്ലേ? Yes sir. Good, good. The arm that carries the axis of pinion rotates at 100 rpm. Very good.
ആം പിനിയന്റെ ആക്സിസ് ക്യാരി ചെയ്യുന്നുണ്ടോ? ആമിന്റെ ഒരു എൻഡ് ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ പിനിയൻ അല്ലേ? അതല്ല ഫിഗറിലുള്ള. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഫിഗർ കറക്റ്റ് ആണ്. ഇതാണ് ദിസ് ഈസ് വാട്ട് ഈസ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, ഓർ ദിസ് ഈസ് ദ geometry or constructional geometry about which the description is given in the figure. Very good. Off I go. Good, 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 good. Correct. Okay. So we have an annulus gear. Or annulus gear and concentric to the annulus we have a wheel. Or a wheel which is given as concentric to the annulus. Concentric ആണ്. So see, each statement that is given in the question, you should carefully read them and understand that. ഇനി അടുത്തെന്താ പറഞ്ഞിട്ടില്ലേ? ഏത് രീതിയിൽ ഇത് വരക്കാട്ടാ? There is a pinion that gears with wheel and annulus. ഒരു പിനിയൻ ഉണ്ട്. പിനിയൻ ഈസ് ഗിയറിംഗ് വിത്ത് വീൽ ആൻഡ് ആനുലസ്. ഇനി ആമാണ് വരക്കുന്നത്. സോ ഇഫ് ദ അറേഞ്ച്മെന്റ് ഈസ് ലൈക്ക് ദിസ്, ആം എങ്ങനെയായിരിക്കണം? ഈ രീതിയിലായിരിക്കണം. ആം ഷുഡ് ക്യാരി ദി ആക്സിസ് ഓഫ് ദ പിനിയൻ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദാറ്റ് ഈസ് ക്ലിയർലി ഗിവൺ ആസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലെ? ഇത്രയാണ് തന്നിട്ടുള്ളത്. നൗ ലെറ്റ് us നെയിം അവർ ഫിഗർ. ഈ ഫിഗറിലെ കോമ്പണൻസ് നെയിം ചെയ്യാം. ആനുലസ് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. വീൽ ഐ എം ഗിവിംഗ് ആസ് ബി. And let the pinion be denoted as C. ആമിന് നമുക്ക് എന്ത് കൊടുക്കാം? D. I hope the figure is clear to you. Figure clear അല്ലേ boys? Yes, sir. Yes, sir. Okay. Yes, sir. So you have an annulus B ഉണ്ട്, which is the wheel. Okay. Now this is basically an epicyclic gear train, but when there is the presence of an annulus and a interconnection between the wheel and the annulus and all, this can be transformed, or we can term this one as a planetary gear train system, because the wheel becomes the sun gear and the pinion becomes the planet gear. അല്ലേ? അത് തമ്മിലുള്ള കണക്ഷൻ ആണ് ആം കൊടുക്കുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി എ പ്ലാനറ്ററി ഗിയർ സിസ്റ്റം. ഇനി നമ്പർ ഓഫ് ടീത്ത് തന്നിട്ടുണ്ട്. അതും കൂടി ലെറ്റ് us just note down. നമ്പർ ഓഫ് ടീത്ത് എന്താ? വീൽ എന്താ? ബി ആണല്ലേ? സോ ടി ബി ഈസ് ഗിവൺ ആസ് വാട്ട്? 40. And annulus, that means TA is given as 84. അല്ലേ? TB TA തന്നിട്ടുണ്ട്. What we don't know is number of teeth on C or the pinion. അറിയില്ല. So our first task എന്താണ്? Is to calculate the number of teeth on annulus. അല്ലേ? അതല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആദ്യം? Yes, sir. Yes, sir. Okay. How will we calculate that one? എങ്ങനെയാണ് നമ്പർ ഓഫ് ടീത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ ഫോമിംഗ് ആൻ ഇക്വേഷൻ ആണ് അല്ലേ? ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ട്? ദ Radius. റേഡിയസ്. വെരി ഗുഡ്. സോ ഇതിന് can I write an equation corresponding to the radius? Yes, sir. എങ്ങനെ എഴുതാം? Tell me. RC. ഏത്? RB plus RC. RB plus RC. Okay. RA equal to 2 RB. 2 RA RC plus RB. പറ, നല്ലോണം ആലോചിച്ച് പറ, തെറ്റിക്കരുത്. 10 മാർക്കിന്റെ ചോദ്യമാണ്. Don't make silly mistakes. RA equal to RB plus 2 RC. RA equal to RB plus 2 RC. RB plus പറ RB plus 2 RC. 2 RC. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും ഇക്വേഷൻ പറയാനുണ്ടോ? ഞാൻ നിങ്ങൾ പറയുന്ന ഇക്വേഷൻ എല്ലാം എഴുതിയിടും. എനി അതർ ഇക്വേഷൻ? RB plus RC equal to RA minus RC. RB plus RC equal to RA minus RC. RA minus RC. ഇതും എബോവ് ഇക്വേഷൻ സെയിം അല്ലേ? ഈ RC ഇപ്പുറത്തുണ്ടായി 2 RC ആവൂലേ? Yes, sir. അല്ലേ? സോ നിങ്ങൾ രണ്ടാൾ പറഞ്ഞത് ശരിയാണ്. ഇക്വേഷൻ രണ്ട് രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. See the total radius annulus, if you take the annulus into account, its radius is RA അല്ലേ? Now what is RA? RA എന്ന് പറഞ്ഞാൽ എന്താ?
It can be written as the sum of radius of B അല്ലെങ്കിൽ of the wheel or the sun gear. ഇത് പ്ലസ് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ. സോ ഡിസ്റ്റൻസസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ രീതിയിലാണ്. സി ഇത്രയും ഞാൻ മാർക്ക് ചെയ്ത വാട്ട് ഈസ് ദിസ് വൺ? ദിസ് ഈസ് റേഡിയസ് ഓഫ് ആർ എ ആണ് അല്ലെ. ദിസ് ഈസ് ആർ എ. ദിസ് ആർ എ ഈസ് ഈക്വൽ ടു വാട്ട്? എന്തിന്റെ ഒക്കെ സമ്മാണ് ആർ എ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഈ ഡിസ്റ്റൻസ് ഇസ് നത്തിങ് ബട്ട് ആർ ബി അല്ലെ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഡയമീറ്റർ ഓഫ് സി ആണ് അല്ലെ. വാട്ട് ഈസ് ഡയമീറ്റർ ഓഫ് സി? 2RC അല്ലെ. ദിസ് ഈസ് ഹൗ വി ഫോം എ റിലേഷൻ ബിറ്റ്വീൻ ദ റേഡിയൈ. സോ രണ്ട് രീതിയിൽ ഇക്വേഷൻ എഴുതിയാലും ശരിയാണ്. The equations told by both of you are correct. So now let us move on with the equations. So when we have the equations about the radii, we can directly transform that one into what? Number of teeth. So TA is equal to TB plus 2TC. What is TA? 84 is equal to TB is 40 plus 2TC. 2TC becomes what? 84 minus 40. And hence TC is equal to what? 84 minus 40 divided by 2. What is the answer? 22. 22. 22. So we obtained TC as 22. Our first task is finished. ശരിയല്ലേ? Yes, sir. Hope everyone has understood. Clear ആയെന്ന് വിചാരിക്കുന്നു അല്ലേ? How we are forming the equations and solving for the number of teeth. Now once you have the number of teeth for all the components within the planetary gear system, we can directly go for what? എന്ത് ചെയ്യാം ഇനി? Directly we can എന്ത് ചെയ്യാം? ടേബിൾ വരച്ചൂടെ ഇനി? Yes, sir. Okay. So let's go for drawing the table. Conditions of motion. Speed of components. We start by taking ഈ കോളത്തിൽ ആദ്യം എന്താ? ആമാണ് എഴുതും അല്ലെ. ആമിനെ ഇവിടെ ഞാൻ ഡിനോട്ട് ചെയ്ത് ഡി യൂസ് ചെയ്തിട്ടാ. സോ ഡി എന്ന് ഞാൻ എഴുതും. ഡി ഈസ് മൈ ആം. അടുത്ത എന്താണ്? നെക്സ്റ്റ് ഐ ആം ഗോയിങ് ഫോർ ബി. സൺ ഗിയർ ബി എഴുതും അല്ലെങ്കിൽ വീൽ ബി. ദെൻ ഐ വിൽ ഗോ ഫോർ സി. ബിക്കോസ് എന്താ? ബി ഈസ് കണക്റ്റഡ് ടു സി ആണ് അല്ലെ. ഇന്റർ കണക്ഷൻസ് ഉള്ളത് വേണം നമ്മൾ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ, സബ്സിക്വന്റ് ആയിട്ട് എഴുതാൻ. Then C യിൽ നിന്ന് connection, it goes to A. So finally I have A. Now what is my first condition? Arm fixed. Alle? Pinne arm fixed giving +1 rotation to what? D aanale. To B. Correct alle? Yes, sir. Okay. So arm fixed nu parna idu 0. B becomes +1. What happens to C? Tell me, C in the value എന്തായിരിക്കും? Speed of C എന്തായിരിക്കും? Calculate that mentally. NC by NB is equal to what? TB by TC. So NC is equal to what? TB by TC multiplied by NB. അല്ലേ? NB. പറയടോ. Yes, sir. So this is nothing but TB by TC. അല്ലേ? സൈനിന് മാറ്റം ഉണ്ടോ? ശരിയാണോ ഇത്? Minus. TB by മൈനസ് വരും അല്ലേ? കാരണം എന്താ? If B rotates in the anti-clockwise direction, C should be in the clockwise direction. Very good. Now, what will happen to A? A എങ്ങനെയാ വരുക?
എ ആയിട്ടുള്ള ഇന്റർ കണക്ഷൻ എങ്ങനെ എഴുതാം? നമ്മൾ എഴുതുക എൻ എ ബൈ എൻ സി ആണ്. കാരണം എയും സിയും തമ്മിലുള്ള കണക്ഷൻ ഈസ് ഈക്വൽ ടു വാട്ട്? ടി സി ബൈ ടി എ. സോ എൻ എ ബിക്കംസ് ടി സി ബൈ ടി എ മൾട്ടിപ്ലൈഡ് ബൈ എൻ സി ആണ് പോവുക. വാട്ട് ഈസ് എൻ സി? ടി ബി ബൈ ടി സി ആണ് അല്ലെ? ടി ബി ബൈ ടി സി ആണ്. ടി സി ടി സി ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലി ദിസ് വിൽ ബി ടി ബി ബൈ ടി എ അല്ലെ? ടി ബി ബൈ ടി എ ആയിരിക്കും അല്ലെ? Yes, sir. This is simply TB by TA. Now, ഇതിന്റെ സൈൻ എന്തായിരിക്കും എന്ന് പറ? സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? Negative. Negative. വെരി ഗുഡ്. ഇത് നെഗറ്റീവ് തന്നെയായിരിക്കും. കാരണം എന്താ? Internal gear. ആനുലസ് ആണ് അല്ലെ? Internal gear. എ എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്, ആനുലസ് ഗിയർ ആണ് അല്ലെങ്കിൽ റിംഗ് ഗിയർ ആണ്. റിംഗ് ഗിയേഴ്സ് ഓൾവേസ് പൊസസ് വാട്ട്? ഇന്റേണൽ ടീത്ത്. റിംഗ് ഗിയറിന് എപ്പോഴും ഇന്റേണൽ ടീത്താ. ഇന്റേണൽ ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഉള്ളിലുണ്ടാവും അല്ലെ? ബട്ട് ഫോർ ദ പ്ലാനറ്റ് ഗിയർ സി ഓർ ദ പിനിയൻ സി ഇറ്റ് ഈസ് ഹാവിംഗ് എക്സ്റ്റേണൽ ടീത്ത്. സോ ഇവിടുത്തെ എക്സ്റ്റേണലും ഇവിടുത്തെ ഇന്റേണലും കൂടിയാണ് ഇന്റർമിംഗിൾ ചെയ്യുന്നത്, ഓർ ദേ ആർ ഇൻ കോമ്പിനേഷൻ. സോ ആലോചിച്ച് നോക്ക്, ഇവിടെ ഇന്റേണൽ ആണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണോ? ഇത് ക്ലോക്ക് വൈസ് ആണല്ലേ? സെയിം ഡയറക്ഷനിലായിരിക്കൂലേ സി വിൽ ഫോഴ്സ് എ ടു റൊട്ടേറ്റ് അല്ലേ? ബോയ്സ് ശരിയല്ലേ? Yes, sir. sir. Yes, sir. വെരി ഗുഡ്. സോ ഇന്റേണൽ ഗിയറിംഗ് ആയിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ ഓൾവേസ് റിമെമ്പർ, പ്ലീസ് കീപ് ഇൻ യുവർ മൈൻഡ്, സൈൻ വോണ്ട് ചേഞ്ച്. സിയും എയും ആണ് കോമ്പിനേഷൻ, ആൻഡ് ഇഫ് എ ഇസ് ദി ഇന്റേണൽ ഗിയർ and C has external teething, what happens? A will rotate in the same direction that of C. So അവിടെ സൈൻ ചേഞ്ച് ഇല്ല. വെരി ഗുഡ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഈ ന്യൂമറിക്കൽ ഡെഫിനറ്റ് ആയിട്ട് യു ക്യാൻ കംപ്ലീറ്റ്ലി ഡു ദിസ് വൺ. സെക്കൻഡ് കണ്ടീഷൻ എന്താ? ആം സ്റ്റിൽ ഫിക്സ്ഡ് ആണ്. Rather than giving a +1 rotation, what I will do? Giving plus x rotation to all. X rotation. Now what happens to this one? This remains 0 still. This becomes plus x. Either minus x into TB by TC. Minus x into TB by TC. And this becomes minus x into TB by TA. And the last condition എന്താണ്? Giving y rotation to all components. Giving y rotation to all. So this becomes y. This becomes x plus y. What happens to this one? Y minus x into TB by TC. And the last one, y minus x into TB by TA. Is the tabular column clear for everyone? Clear or no? Yes, sir. Yes, sir. So once you understand the question properly, you will be able to draw the figure. Figure varchal endana? We will get a clearer picture of how the components are located, how their combination occurs. And when we get the combination, namaka idea koodal clarity namakku eppozhum varuga when we can transform the written statements into figure ആണ്. അതുകൊണ്ടാണ് ഫിഗർ വരക്കണം നിർബന്ധം. ക്വസ്റ്റ്യനിൽ ഫിഗർ വരക്കണം എന്ന് ആരും ചോദിച്ചിട്ടില്ല. ഫിഗർ വരക്കാതെ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇഫ് യു ഹാവ്, യു ക്യാൻ ഡയറക്ട്ലി ഡു ദാറ്റ്. ഒരു പ്രശ്നമില്ല. പക്ഷെ ഫിഗർ വരച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇഫ് യു ഗിവ് ദ നെയിംസ് ആൻഡ് ഓൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡിനുള്ളിൽ തന്നെ ഫിഗർ കാണണം, അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ഇക്വേഷൻസ് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ലെറ്റ് us substitute the given data. ക്വസ്റ്റ്യനിൽ ഒരു ഡാറ്റ ഗിവൺ ആണ്. എന്താണ്? സ്പീഡ് ഓഫ് ആം തന്നിട്ടുണ്ട് അല്ലേ? സ്പീഡ് ഓഫ് ആം ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. തന്നിട്ടില്ലേ? Yes, sir. Yes, sir. സ്പീഡ് ഓഫ് ആം എന്ന് പറഞ്ഞാൽ എന്താണ്? ND ആണ് അല്ലെ? ND. ND is given as what? 100 RPM.
100 RPM. ഡയറക്ഷൻ തന്നിട്ടുണ്ടോ? ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആം ദാറ്റ് ക്യാരീസ് ദി ആക്സ് ഓഫ് ദ പിനിയൻ റൊട്ടേറ്റ്സ് അറ്റ് 100 RPM എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒന്ന് ആനലസ് ഫിക്സ് ചെയ്താൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ബി ഫിക്സ് ചെയ്താൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ആനലസ് എന്ന് പറഞ്ഞു. സോ ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. സിൻസ് ഡയറക്ഷൻ ഈസ് നോട്ട് എ റിക്വയർമെന്റ് ദാറ്റ് യു ആർ required to give content that you are required to give in the answer, നമുക്ക് എന്ത് ചെയ്യാം? ആൻഡ് സിൻസ് ഫോർ ദ ഗിവൺ ഡാറ്റ ആമിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, പക്ഷെ ഡയറക്ഷൻ തന്നിട്ടില്ല. അതായത് ആം സ്പീഡ് 100 RPM ആണ് തന്നിട്ടുണ്ട്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയില്ല. സോ അതെന്ത് ചെയ്യും? വി അസ്യൂം ദിസ് ടു ബി പോസിറ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? ഡയറക്ഷൻ തരാത്തത് കൊണ്ട് വി അസ്യൂം. ഓക്കെ, അസ്യൂം പോസിറ്റിവിറ്റി. മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവ് RPM ആയതുകൊണ്ട് y ഈസ് ഈക്വൽ ടു 100 RPM അല്ലെ, പ്ലസ് 100 RPM ബിക്കോസ് y ആണ് സ്പീഡ് ഓഫ് ആം. ഇനി ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫസ്റ്റ് ഗിവൺ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? If the annulus is fixed, find the speed of wheel. When the annulus gets fixed, annulus ഏതാ? A ആണ് അല്ലേ? That means first condition ആണ് case 1. Case 1. Annulus fixed ആണ്. That means y minus x TB by TA is equal to 0. ഇതാണ് ഫസ്റ്റ് ഗിവൺ. What is TB by TA? 40 by 84. ആൻസർ പറ. TB by T എന്താ? വാല്യൂ പറ. Give me the value. 40 by 84. 0.476. 0.476 അല്ലേ? 0.476 ആണ് ഇത്. ഓക്കെ, കാണുന്നില്ല? 0.476. ദാറ്റ് മീൻസ് y എന്താണ്? 100 ആണെന്നറിയാം. സോ 100 മൈനസ് എക്സ് ഇൻറ്റു 0.476 ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യു ക്യാൻ ഒബ്റ്റെയിൻ എക്സ് അല്ലേ? എക്സ് കിട്ടൂലേ? വാട്ട് ഈസ് എക്സ്? എക്സിന്റെ വാല്യൂ പറ, വേഗം പറ. 100 ഈസ് ഈക്വൽ ടു 0.476 എക്സ് കിട്ടും. 100 by 0.476 will be the value of x. What is the value of x? Tell me. 210. 210 അല്ലേ? 10. പ്ലസ് ഓർ മൈനസ്? പ്ലസ് 210 അല്ലേ വരുന്നത്? Yes sir. Okay, so this is plus 210. ബെല്ലടിച്ചില്ല? ബെല്ലില്ല? ടൈമായി. ടൈമായാ? ഓക്കെ, ടൈമായി. നിർത്താ. ചോദിക്കുന്നൊന്നും മര്യാദ ഉത്തരവും പറയില്ല. നിർത്താ ഒരു മിനിറ്റ്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് എനിക്ക് ഇത്രയും മെനക്കെടേണ്ട ആവശ്യമില്ല ന്യൂമറിക്കൽ കൊണ്ട്. x is equal to 210 കിട്ടി. സോ യു ഹാവ് y 100 x 210. സോ കേസ് 1 എന്താണ്? ദിസ് ഈസ് ഗിവൺ ആസ് 0 ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് സ്പീഡ് ഓഫ് b. വാട്ട് വിൽ ബി സ്പീഡ് ഓഫ് b? സ്പീഡ് ഓഫ് b എന്തായിരിക്കും? x plus y അല്ലേ സ്പീഡ് ഓഫ് b. nb is equal to x plus y is equal to എന്താണ്? 100 plus 210. This will be 310 RPM. This is the first answer. അല്ലേ? Yes sir. Okay, we'll continue in the next hour. Third hour ഞാൻ തന്നെയാണ്. തേർഡ് അവർ എത്ര മണിക്ക്?